ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് പോകാം നമുക്ക് സ്ട്രൈറ്റ്. അപ്പോൾ എല്ലാവരും അറിയാം, എല്ലാവരും പാനിക്കിലായിരിക്കും. ഇന്ന് മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. ഇൻഡിവിജ്വൽ സ്റ്റോക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സെല്ലിംഗ് ഉണ്ടായിരുന്നു. സോ ഇൻവെസ്റ്റ് ചെയ്ത പലർക്കും അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന പലർക്കും മോശം ക്ലൈമറ്റ് ആണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എന്ന് പറയാം നമുക്ക്. സോ ഇപ്പം ഇന്ന് രാവിലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ തന്ന ശേഷം മാർക്കറ്റിൽ തീരെ വീക്ക്നെസ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത് രാവിലെ തന്നെ. അതിൻ്റെ രാവിലെ തുടങ്ങിയ സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നവരെയും തുടർന്നു എന്നുള്ളതാണ് ഒരു മാറ്റർ ഓഫ് ഫാക്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ ട്രേഡിംഗ് ലോ ബ്രേക്ക് ചെയ്ത ശേഷം മാർക്കറ്റിൽ പിന്നെ സെല്ലിംഗ് പ്രഷറിന്റെ കണ്ടിന്യൂഷൻ ആണ് കണ്ടത്. സോ ഡേഞ്ചർ ആയ ഒരു സിറ്റുവേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡേഞ്ചർ ആയ സിറ്റുവേഷൻ ഉണ്ട്. മാർക്കറ്റ് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്തില്ലെങ്കിൽ, അതായത് 25,300 എന്നുള്ള ഈ ഒരു സോൺ ഹോൾഡ് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് വരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിൽ ഈ ഒരു ലോ ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 24,750 അല്ലെങ്കിൽ 24,600 എന്നുള്ള ഈ സോൺസിലേക്ക് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി, ഒരു 2 to 3% ഡൗൺ സൈഡ് പോസിബിലിറ്റി ഞാൻ നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. സോ വരുന്ന ആഴ്ചകളിൽ മാർക്കറ്റ് കുറച്ച് കെയർഫുൾ ആയിട്ട് മാത്രം ഹാൻഡിൽ ചെയ്യാം. സോ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു മൊമെന്റം ട്രേഡിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും ബെറ്റർ അല്ലേ? അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു തരാം എങ്ങനെയായിരിക്കും ഞാൻ ഇതിനെ കാണുകയാണെന്ന്. സോ അതിന് പിന്നെ ബാങ്ക് നിഫ്റ്റിയും കൂടെ എടുത്ത് നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു അല്ലേ ബാങ്ക് നിഫ്റ്റിയിൽ. 15 മിനിറ്റ് എടുത്ത് വെച്ച് നോക്കാം. ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് താഴോട്ട് വരികയാണ് ഉണ്ടായത്. സോ മാർക്കറ്റിൽ ഒരു എന്താ പറയുക, ഇനി നമുക്കൊരു പ്രതീക്ഷിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഏരിയയാണ്. മാർക്കറ്റ് ഈ ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി തിരിച്ചു കയറാം. മറിച്ച് ഈ ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ വീണ്ടും ഡൗൺ സൈഡ് മൊമെന്റത്തിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ സോൺസിലേക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ടോട്ടലി ബാങ്ക് നിഫ്റ്റിയും ബേറിഷിലേക്ക് പോകരുത് എന്നാണെങ്കിൽ ഈ ഒരു ഏരിയാസ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യണം അല്ലേ? അല്ലാത്ത പക്ഷം 56,730 ടെസ്റ്റ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. സോ സ്വിംഗ് ട്രേഡേഴ്സ് എന്ന നിലയിൽ നമ്മൾ എങ്ങനെയായിരിക്കും ട്രേഡിനെ കാണേണ്ടത്? അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജി ഞാൻ പറയാം. ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ എനിക്ക് ബെറ്റർ സ്ട്രാറ്റജി എന്ന് തോന്നുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. മീഡിയം ടേം ട്രേഡ് മാത്രം പ്രോത്സാഹിപ്പിക്കുക. അത് 1-2 ഘട്ടമായിട്ട് ട്രേഡുകൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ എനിക്കിപ്പോൾ പ്രോബബിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ ഞാൻ ഉടനെ കയറി വാങ്ങാതെ, അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ടുകൾ ഒഴിവാക്കി കുറച്ചുകൂടെ പ്രോബബിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ, നല്ല റീടെസ്റ്റ് സ്റ്റോക്കുകൾ പരിഗണിക്കാനായിരിക്കും ഞാൻ നോക്കുന്നത്. അത് 2 ഘട്ടമായിട്ട് വാങ്ങി ആ സ്റ്റോക്കുകൾ ഹാൻഡിൽ ചെയ്യാനായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം പറയുകയാണെങ്കിൽ സ്കിപ്പർ എടുക്കുക. ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ സ്കിപ്പറിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുകയാണെന്ന്. ഞാൻ സ്കിപ്പർ കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് മാർക്കറ്റ് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാം. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ മാർക്കറ്റ് വീണ്ടും റീടെസ്റ്റിന് വരികയാണെങ്കിൽ ഈ ഏരിയയിലേക്ക് 495 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ പൊസിഷൻ ആഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോക്കുകൾ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സ്റ്റോക്കുകളിൽ മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യത്തുള്ളൂ. അതും ഞാൻ ട്രേഡിങ്ങിൽ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി കുറവായിരിക്കും ആൻഡ് ടാർഗറ്റ് കുറച്ച് അപ്സൈഡ് വയ്ക്കുകയും ചെയ്യും. ആൻഡ് മീഡിയം ടേം ഹോൾഡിംഗ് ആയിരിക്കും. കുറച്ച് വീക്സോ അല്ലെങ്കിൽ മാസങ്ങളോ കണക്കാക്കി മാത്രമേ ഇനിയുള്ള സ്റ്റോക്സ് ഞാൻ ട്രേഡ് ചെയ്യത്തുള്ളൂ. അല്ലാതെ ബ്രേക്ക്ഔട്ട് ട്രേഡുകൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അടുത്തത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ജ്യോതി സ്ട്രക്ചർ. ഇപ്പൊ ഞാൻ ഇപ്പൊ നോക്കുന്നത് തുടരെ നമുക്കിപ്പോൾ ഒരു ഓപ്പൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ട് ആണ് നമുക്ക് കാണുന്നത് ജ്യോതി സ്ട്രക്ചറിൽ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ ബേസിക്കലി നോക്കുന്നത് റീടെസ്റ്റ് വന്നാൽ മാത്രം ട്രേഡ് ചെയ്യാന്നുള്ള ഒരു ഇന്റൻഷനിലേക്ക് ഞാൻ പോകും. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും എടുക്കത്തില്ല. കാര്യം ബ്രേക്ക്ഔട്ടുകൾ ഫെയിൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇങ്ങനത്തെ മാർക്കറ്റുകളിൽ. സോ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ ബ്രേക്ക്ഔട്ടുകളൊക്കെ ഒഴിവാക്കിയ ശേഷം ഈ ബ്രേക്ക്ഔട്ട് ചെയ്ത് ഒരു മൂവ്മെന്റിന് ശേഷം മാർക്കറ്റ് റീടെസ്റ്റ് തരുമ്പോൾ മാത്രം ഒരു ചെറിയ ക്വാണ്ടിറ്റി വാങ്ങി ഹോൾഡ് ചെയ്ത് അത് മീഡിയം ടേം ഹോൾഡ് ചെയ്യാൻ നോക്കും. ആ ഒരു നല്ല ഏകദേശം ഒരു എന്താ പറയുക, അടുത്ത റെസിസ്റ്റൻസ് വരെ അല്ലെങ്കിൽ അടുത്തൊരു സെല്ലിംഗ് പ്രഷർ നേടുന്ന മേഖല വരെ കുറച്ച് വീക്സോ മാസങ്ങളോ ഹോൾഡ് ചെയ്യാനുള്ള ഒരു മീഡിയം ടേം ട്രേഡിംഗിലേക്ക് ഞാൻ പോകും. ബ്രേക്ക്ഔട്ടുകൾ ഒഴിവാക്കി ബ്രേക്ക്ഔട്ട് റീടെസ്റ്റുകളിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യും. ആൻഡ് നല്ല സപ്പോർട്ട് റേഞ്ചിൽ നിൽക്കുന്ന സ്റ്റോക്കുകളായിരിക്കും വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് മീഡിയം ടേം മാത്രമേ ഞാൻ ഹോൾഡ് ചെയ്യത്തുള്ളൂ. സോ അതിനനുസരിച്ചുള്ള റിസ്ക് റിവാർഡും അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും ഞാൻ കളക്ട് ചെയ്യുന്നത്. സോ അതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിന്റ്സ്, റിലയൻസ്, M&M, ഇന്റർഗോ ഏവിയേഷൻ ആൻഡ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ഉണ്ട്. സോ ഇതിൽ ഏഷ്യൻ പെയിന്റ്സ് ഞാൻ ഒന്ന് എടുത്ത് കാണിക്കാം. ഈ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ 2-3 മാസം മുന്നേ ഏഷ്യൻ പെയിന്റ്സിൽ ഞാൻ ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞു തരാം. അപ്പം ഏഷ്യൻ പെയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ സ്റ്റോക്കിലൊരു എന്താ പറയുക അപ്സൈഡ് മൊമെന്റം പ്രതീക്ഷിച്ചിരുന്നു. ബട്ട് മാർക്കറ്റ് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ മാർക്കറ്റ് ഒരു ക്രാഷ് തന്നായിരുന്നു. കണ്ടില്ല, ഈ ഒരു ക്രാഷ് തന്നിട്ട് ഈ ഒരു അപ്സൈഡ് പോയപ്പോഴത്തേക്ക് ഞാൻ എന്താ പറയുക, ഞാൻ ഈ സ്റ്റോക്ക് കുറച്ച് വാങ്ങിയായിരുന്നു.
ബട്ട് മാർക്കറ്റ് എന്ത് സംഭവിച്ചു, മാർക്കറ്റ് അപ്സൈഡ് പോവാതെ ഡൗൺ സൈഡ് വന്നു. സോ ഞാൻ ചെയ്ത ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഏഷ്യൻ പെയിന്റ്സിൽ എന്തായാലും എനിക്ക് ഫ്യൂച്ചർ ഉണ്ട്, ഏകദേശം ബോട്ടമായ സ്റ്റോക്കാണ്. സോ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്തു ആൻഡ് ഈ ഒരു ഏരിയയിൽ കുറച്ച് വാങ്ങി ആൻഡ് മാർക്കറ്റ് ഡിപ്പായി ഈ ഒരു സപ്പോർട്ട് റേഞ്ച് എത്തി. ഈ ഒരു ക്യാൻഡിലൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങി. സോ ആൻഡ് അതിന് ശേഷം ഞാൻ ഈ ഒരു ഹൈ വരേക്ക് ഇപ്പം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. സോ കുറച്ച് കാത്തിരുന്ന് ട്രേഡ് ചെയ്യാവുന്ന മെത്തേഡിലേക്ക് ഞാൻ പോവുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, കൂടുതൽ സെല്ലിംഗ് മാർക്കറ്റിൽ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ തീരെ മാർക്കറ്റിൽ നിന്ന് ഒഴിവായി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറിച്ച് മാർക്കറ്റിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഡിപ്പ് ബൈ ഡിപ്പ് സ്ട്രാറ്റജി, അതായത് മാർക്കറ്റിൽ നല്ല ട്രേഡുകൾ വരുമ്പോൾ കാത്തിരുന്നെടുക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയിലേക്ക് പോവുകയാണ്. ആൻഡ് ഇപ്പോൾ ഞാൻ ഈ സ്റ്റോക്ക് ഏകദേശം ഒരു പ്രോഫിറ്റിലായിട്ടുണ്ട്. ആൻഡ് എന്തായാലും ഇനി ഏഷ്യൻ പെയിന്റ്സിന് ഹയർ ടാർഗറ്റ് വെയിറ്റ് ചെയ്യണമെന്നുള്ള മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. സോ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഹയർ ടാർഗറ്റ് വീണ്ടും ഒരു 100 പോയിന്റ്സിന്റെ അപ്സൈഡ് ക്യാച്ച് ചെയ്യണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മോസ്റ്റ്ലി ഒരു 5% മൂവ്മെന്റും കൂടെ ഏഷ്യൻ പെയിന്റ്സിൽ ക്യാച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനിപ്പോൾ മാർക്കറ്റിലൂടെ സപ്പോർട്ട് ചെയ്യണം. അതിന്റെ നിലവിൽ മാർക്കറ്റ് ബുള്ളിഷാണ്. പിന്നെ നോക്കി ഏഷ്യൻ പെയിന്റ്സിന്റെ ഒരു മൂവ്മെന്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഇന്ന് മാർക്കറ്റ് പൊതുവെ ഡൗൺ ആയിരുന്നപ്പോഴും ഏഷ്യൻ പെയിന്റ്സ് മാത്രം ഒന്ന് അപ്സൈഡ് തന്നു. ഒരു ഗ്യാപ്പ് അപ്പ് ആണ്. ആ ഗ്യാപ്പ് അപ്പ് നിലനിന്നു എന്നുള്ളതാണ് കാര്യം. സാധാരണ ഏഷ്യൻ പെയിന്റ്സിലൊക്കെ സെല്ലേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു ഗ്യാപ്പ് ഡൗൺ ആയി വന്ന് താഴോട്ട് ഇടിഞ്ഞാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മെട്രോപോളിസ് ഞാൻ കാണിച്ചു തരാം. മെട്രോപോളിസിന് എന്താ സംഭവിച്ചത് നിങ്ങൾ നോക്കിയാൽ, മെട്രോപോളിസ് കുറച്ച് നല്ല രീതിയിൽ അപ്സൈഡ് പോയി, ഗുഡ് റിസൾട്ട് ആയിരുന്നു, സാമാന്യം ഭേദപ്പെട്ട റിസൾട്ട് ആയിരുന്നു. ഇന്ന് ഈ സ്റ്റോക്കിന് അപ്സൈഡ് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ബട്ട് എന്ത് സംഭവിച്ചു, മാർക്കറ്റ് മോശമായതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്നു, ക്ലോസിംഗ് നെഗറ്റീവ് ക്ലോസിംഗിലേക്ക് പോയി. സോ ഇങ്ങനത്തെ അവസരങ്ങളും ഉണ്ട്. നല്ല റിസൾട്ട് വന്നു എന്നുള്ളത് കൊണ്ട് മാർക്കറ്റിൽ അപ്സൈഡ് പോകണമെന്നില്ല. സോ ബാഡ് മാർക്കറ്റ് ആണെങ്കിൽ നല്ല റിസൾട്ട് ആണെങ്കിലും ഈ സ്റ്റോക്കുകൾ ഇടിഞ്ഞ് താഴെ വരും അല്ലേ. അപ്പൊ നിങ്ങൾ നോക്കോ, മെട്രോപോളിസ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. മിന്ത കോർപ്പ് ഡീസന്റ് റിസൾട്ട് വന്നൊരു സ്റ്റോക്കാണ്. മിന്ത കോർപ്പിൽ എന്താ സംഭവിച്ചത്, മിന്ത കോർപ്പിലും ഇത് കണ്ടോ, അപ്സൈഡ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് സ്റ്റോക്കിന്. ബട്ട് റിസൾട്ട് ഭേദപ്പെട്ട റിസൾട്ട് ആയിരുന്നിട്ട് മാർക്കറ്റ് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് ഈ സ്റ്റോക്ക് താഴെ വന്നു. ആൻഡ് ഇന്നൊരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. ബട്ട് ഓക്കെ, ഇപ്പൊ വീണ്ടും പോകാനുള്ള ഒരു അപ്സൈഡ് പോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. സോ ഇങ്ങനത്തെ സ്റ്റോക്കുകൾ നിലവിലുണ്ട്. സോ റിസൾട്ട് വന്നു എന്നുള്ളത് കൊണ്ട് മാർക്കറ്റിൽ അപ്സൈഡ് പോകണമെന്നില്ല. ചിലപ്പോൾ മേ ബി മാർക്കറ്റിന് ആ ഒരു സ്ട്രെങ്ത് കാണത്തില്ല. സോ ഇന്ന് ഇത്രയും ഇങ്ങനത്തെ പല സ്റ്റോക്കുകൾ നല്ല കമ്പനികളും ഫെയ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും മീഡിയം ടേം ട്രേഡിംഗ് ഫോക്കസ് ചെയ്യണമെന്ന് കരുതുന്നത്. സോ നല്ല നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുക, അത്യാവശ്യം വാങ്ങുക ആൻഡ് വെയിറ്റ് ചെയ്യുക. അത്യാവശ്യം ടെൻഷൻ ഇല്ലാത്ത സ്റ്റോക്കുകൾ വാങ്ങി അത്യാവശ്യം ക്വാണ്ടിറ്റി കൃത്യമായ സമയത്ത് ആവറേജ് ചെയ്ത് വെയിറ്റ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് പോകുന്നതായിരിക്കും നമുക്ക് തൽക്കാലം ബെറ്റർ എന്നാണ് ഇന്നത്തെ ഒരു മാർക്കറ്റ് കണ്ടിട്ട് എനിക്ക് തോന്നിയത്. സോ നമ്മൾ വേറെ ഏതെങ്കിലും സ്റ്റോക്സിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഓറിയന്റെക് അത്യാവശ്യം നല്ല കമ്പനിയാണ്. ഇപ്പൊ നിങ്ങൾ ഞാൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്കാണ് ഓറിയന്റെക്. ഏകദേശം നല്ല അപ്സൈഡ് തന്നിട്ടുണ്ട്. 23.57% അപ്സൈഡ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്ന സ്റ്റോക്കാണ് ഓറിയന്റ് ടെക്നോളജീസ് എന്ന് പറയുന്നത്. ബട്ട് മാർക്കറ്റ് ഇന്നത്തെ മോശം മാർക്കറ്റിൽ ഈ ഒരു നല്ല സെറ്റപ്സ് എല്ലാം സ്പോയിൽ ആവുകയാണ് ഉണ്ടായത്. കണ്ടില്ലേ, ഒരുപാട് നല്ല സെറ്റപ്സ് സ്പോയിലായിപ്പോയി. സോ ഇങ്ങനത്തെ ഉള്ള അവസ്ഥകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ ഈ സ്റ്റോക്കൊക്കെ ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡൗൺ സൈഡ് വരട്ടെ, എന്നിട്ട് സ്റ്റോക്ക് ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് തിരിച്ച് കയറുമ്പോൾ വാങ്ങാന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് ഞാൻ തിരിക്കുകയാണ്. വേറെ നോക്കാം, പ്രിസിഷൻ വയേഴ്സ് കണ്ടില്ലേ, ഇതുപോലെയുള്ള സ്റ്റോക്കുകൾ ഞാൻ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇപ്പം എല്ലാം ഇനി എടുക്കുമ്പോഴത്തേക്കും മീഡിയം ടേം ഹോൾഡിംഗ് കണക്കാക്കി എടുക്കത്തുള്ളൂ. ആൻഡ് ഡൗൺ സൈഡ് വരുമ്പോൾ ആഡ് ചെയ്യുക നല്ല സ്റ്റോക്കുകൾ ആൻഡ് ഹോൾഡ് ചെയ്യുക കുറച്ച് ആഴ്ചകളിലേക്ക്. സോ ഇപ്പം പ്രിസിഷനൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള ടാർഗറ്റ് നമുക്ക് ഫോക്കസ് ചെയ്യാം. കുറച്ച് മീഡിയം ടേം ഹോൾഡ് ചെയ്താലും നല്ല ടാർഗറ്റ് ഫോക്കസ് ചെയ്യും. സോ അപ്പം ഇങ്ങനത്തെ ഒരു എന്താ പറയുക മോശം മാർക്കറ്റിൽ ഏറ്റവും ഡൗൺ സൈഡിൽ നിന്ന് എടുക്കുക ആൻഡ് 1-2 മാസം ഹോൾഡ് ചെയ്ത് നല്ല പ്രോഫിറ്റ് ഇറങ്ങാൻ ശ്രമിക്കുക. എക്കാലോ ഇതേപോലെ ഡൗൺ സൈഡ് പോകത്തൊന്നുമില്ലല്ലോ, മാർക്കറ്റിന് വീണ്ടും സ്ട്രെങ്ത് വരും. അപ്പോൾ നമ്മളെ സ്റ്റോക്കുകൾക്ക് അപ്സൈഡ് പോകാനുള്ള ഒരു ഇന്റൻഷനും കിട്ടും. സോ ഇങ്ങനത്തെ ഒരു എന്താ പറയുക കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ടുള്ള ട്രേഡിംഗ് മെത്തേഡിലേക്ക് ഞാൻ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് പോകും. നിങ്ങൾ അതേപോലെ നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്ത് മീഡിയം ടേം ട്രേഡിംഗ് മാത്രം ഫോക്കസ് ചെയ്യുക, അല്ലാതെ മൊമെന്റം ട്രേഡിംഗ് ഫോക്കസ് ചെയ്യരുത്. എന്തുകൊണ്ട് ഫോക്കസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇപ്പം ബ്രേക്ക്ഔട്ട് നടക്കും പല സ്റ്റോക്കുകളും. ബട്ട് എന്ത് സംഭവിക്കും, മേ ബി ഡേ ഡൗൺ ഒരു 3 മണി 4 മണി 2:30-3 മണിയോടെ ഈ ബ്രേക്ക്ഔട്ട് ഫെയിലായി താഴെ വരും. അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് നടന്ന ശേഷം മാർക്കറ്റ് 2 ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ മാർക്കറ്റ് ഡൗൺ സൈഡ് വന്ന് ക്ലോസ് ചെയ്യും. സോ ഇങ്ങനത്തെ ഒരുപാട് ട്രാപ്പ് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. മാർക്കറ്റ് നിഫ്റ്റി ഈ പറഞ്ഞ ഏരിയാസ് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ. സോ കുറച്ചും കൂടെ ഒക്കെ കെയർഫുൾ ആയിട്ടുള്ള മെത്തേഡ്, കുറച്ചും കൂടെ ഒരു മീഡിയം ടേം ട്രേഡിംഗിലേക്ക് നമ്മുടെ ട്രേഡേഴ്സ് പോകുന്നതായിരിക്കും ബെറ്റർ. ഇതായിരിക്കും എൻ്റെ ഒരു സ്ട്രാറ്റജി. നിങ്ങൾ പേഴ്സണലി ഒരു സ്ട്രാറ്റജി ഇങ്ങനത്തെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി വെച്ച് മാത്രമേ ഇങ്ങനത്തെ ഒരു ബാഡ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. സോ എൻ്റെ സ്ട്രാറ്റജി ഇതായിരിക്കും. ഞാൻ വെയിറ്റ് ചെയ്യും, ഞാൻ കുറച്ച് മീഡിയം ടേം ട്രേഡ്സ് ഒക്കെ ഞാൻ എടുക്കും. അത് നല്ല ഏരിയാസിൽ വാങ്ങി നല്ല കമ്പനികൾ വാങ്ങി ഹോൾഡ് ചെയ്യുക എന്നുള്ളൊരു ട്രേഡിംഗ് മെത്തേഡിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്ത് നമ്മൾ എല്ലാം ചെക്ക് ചെയ്ത് നിങ്ങളുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.